ഹായ് ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റത് ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ പോകണം, പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. അലാറം അടിച്ചതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ ചാടി എണീറ്റ് വന്നപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത്, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് താഴെ വന്നിട്ട് നേരെ പോയത് ചായ ഇടാനായിരുന്നു. അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. അതിനുശേഷം എനിക്ക് പോകാനുള്ളതൊക്കെ റെഡിയാക്കണമായിരുന്നു. അപ്പം കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോവയ്ക്കയിൽ എന്തൊക്കെയോ കാണിച്ച് വെച്ച് ലാസ്റ്റ് അതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി വെക്കണമായിരുന്നു. ഫിഷ് കറി ഞാൻ തന്നെ വെക്കുന്നത്. അപ്പം ഞാൻ തന്നെ വെച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ തന്നെ വെച്ച്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടി ഒഴിച്ച് റെഡിയാക്കി വെച്ച്. പിന്നെ എനിക്ക് കുറച്ച് തുണി എടുത്ത് വിരിക്കാനുണ്ടായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് ഞാൻ നേരെ മേളിൽ പോയി. സമയം പോയി നിൽക്കുക, എന്നാലും വിരിക്കാം. വൈകുന്നേരം മഴ എങ്ങാനും ആണെങ്കിൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് വിരിച്ചിട്ട് പോവാം എന്ന് കരുതിയിട്ട് ഞാൻ ബാക്കി തുണിയെല്ലാം വിരിച്ച്, അങ്ങനെ തുണിയൊക്കെ നേരെ വിരിച്ചതിന് ശേഷം ഞാൻ താഴെ വന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ച്. ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് കാണില്ല, കാരണം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടല്ല പോയത്. അങ്ങനെ ഞാൻ നേരെ വന്ന് എല്ലാം ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ എൻ്റെ സൺസ്ക്രീനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് പോലും ഒന്നും ഇല്ല, കാരണം സൺസ്ക്രീൻ ഇട്ടങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിയർത്തതെല്ലാം പോവും. പിന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ കൊണ്ടുപോകും, പക്ഷേ ഇടാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. കാരണം ക്ലാസ് തുടങ്ങിയതിന് ശരിക്കും ഞാൻ എത്തുന്നത്, അതുകൊണ്ട് ഇടാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇടത്തുമില്ല, അവിടെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ മറന്നു പോകും ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൺസ്ക്രീനൊക്കെ നല്ലപോലെ തേച്ച് കയ്യിലൊക്കെ തേച്ച് കൊടുക്കും. മുഖത്ത് മാത്രമല്ല കയ്യിലെല്ലാം ഇടും. പക്ഷേ മുഖത്തുള്ളത് ഇപ്പം തന്നെ ഒലിച്ചു പോകും. അങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പോലെ ഞാൻ വിയർക്കാൻ തുടങ്ങും. എന്നാലും ഇടണം, എല്ലാവരും ഇടാൻ ശ്രമിക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാനിപ്പം ബയോട്ടിക്കിൻ്റെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. പക്ഷേ നല്ല സൂപ്പറാണ്, കാരണം ആ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും വരത്തില്ല മുഖത്ത്. ചിലതിടുമ്പം നമ്മൾ വെള്ള പുട്ടി അടിച്ച് കണക്കിരിക്കും, അതൊന്നുമില്ല. ഇത് ഭയങ്കര ലിക്വിഡ് ഫോമിലങ്ങ് ആവും ഇട്ട് കഴിയുമ്പോൾ, വൈറ്റ് കളറാണെങ്കിൽ പോലും. പക്ഷേ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങി. ബസ്സിൽ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. നല്ല വെയിലുണ്ട്. അങ്ങനെ എന്നാലും ഞാൻ സൈഡ് സീറ്റിലിരിക്കും, കാരണം എനിക്ക് പുറത്തുള്ള കാഴ്ചയൊക്കെ കാണണം. അങ്ങനെ ഞാൻ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നീങ്ങിയിരുന്നു. എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം എൻ്റെ അടുത്ത് ഇരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീങ്ങിയിരുന്നു. പിന്നെ ഞാൻ ഇതാണ് പറഞ്ഞത്, ആ ഡ്രസ്സ് മാറ്റി ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കിട്ടും, അതുകൊണ്ട് ഇതെടുത്തിട്ട് അങ്ങനെ ഞാൻ ക്ലാസ്സിലൊക്കെ എത്തി. ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇരുന്ന്. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. അതിനിടയ്ക്കൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ എന്നെ വിളിക്കാൻ ഉണ്ണി വന്ന്. അങ്ങനെ ഉണ്ണി എൻ്റെ അടുത്ത് വെച്ച് ഉഴുന്നുവട വേണമെന്ന്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ പേരൂർക്കട പോയിട്ട് ഉഴുന്നുവടയും ചട്നിയും ചായയായിട്ട് കുടിച്ച്. ഈ കടയിലെ ഉഴുന്നുവടയും ചട്നിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ണി ചോദിക്കുന്ന താമസം ഞാൻ ഓന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കും. ചായ ഒരു രക്ഷയുമില്ല, സൂപ്പറാണ് ചായ. ഇത് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ആ ചന്തയുടെയൊക്കെ അടുത്തായിട്ട് വരും, അവിടെയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വെജിറ്റേറിയൻ ഹോട്ടലാണ്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഒരു 6:54 ഇതിപ്പോൾ വണ്ടിയിൽ ടൈം കണ്ടതുകൊണ്ട് ഓർത്താൽ. അങ്ങനെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ ഞാനും അമ്മയും ഉണ്ണിയും കൂടിയാണ് പോയത്. അപ്പോൾ ഉണ്ണിയും ഞാനും കൂടി മറ്റേ സിനിമ കണ്ടതിൻ്റെ ഇതിൽ കരിങ്കാളി കളിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി. പിന്നെ തിരിച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാനൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് മുടി കെട്ടി വെക്കണമെന്ന്. കാരണം മുടി കെട്ടി വെക്കാറൊന്നും ഇപ്പോൾ ചീപ്പാനൊന്നും എനിക്ക് സമയമൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ മസാജ് ചെയ്തിട്ട് ഞാൻ കെട്ടി വയ്ക്കും, കാരണം എനിക്കിപ്പോൾ ഒന്നിനും സമയമൊന്നുമില്ല. എനിക്ക് നല്ല സമയമൊക്കെ വേണം. എൻ്റെ സമയമൊന്നും ഇപ്പോൾ എനിക്ക് ശരിയാവുന്നില്ല. വീട്ടിൽ വെച്ച് എനിക്ക് 10 മിനിറ്റ് കിട്ടിയാലും അതെനിക്ക് സമയമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ച് പിന്നെ ഒരു ആഫ്റ്റർ സണ്ണിൻ്റെ ഒരു ജെല്ലുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ലാക്മിയുടെ. അതിനുശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.